കെ ശൈലജയ്ക്ക് ഒടുവിൽ CPM സീറ്റ് കൊടുത്തു. പക്ഷേ ഇത് ഒതുക്കാനും തോൽപ്പിക്കാനും വേണ്ടി കൊടുത്ത മനഃപൂർവ്വമുള്ള ഒരു സീറ്റാണെന്ന് ഒരു സംശയം വരുന്നുണ്ട്. ആ സംശയം എന്തായാലും അസ്ഥാനത്താണ്. ആ. കാരണം ശൈലജ ടീച്ചർ പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് അതിഗംഭീരമായിട്ട് ജയിക്കും. അക്കാര്യത്തിലൊരു സംശയം വേണ്ട. സണ്ണി ജോസഫ് ഇനി ഒരു പക്ഷേങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് മത്സരരംഗത്ത് നിന്ന് പേരാവൂരിൽ നിന്ന് പിന്മാറിയാലും അതിശയിക്കാനില്ല. അല്ലെങ്കിൽ ദയനീയമായിട്ട് സണ്ണി ജോസഫിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ കെ ശൈലജയ്ക്ക് ജയിക്കുന്നത് CPMന് നല്ലതാണോ? അത് രണ്ടാമത്തെ ചോദ്യം. ഇപ്പം പിണറായി വിജയൻ നയിക്കുന്നിടത്തോളം കാലം രണ്ടാമതൊരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 3-ാം തവണയാണ്. ഇനി 4-ാം തവണ പിണറായി വിജയൻ വരും എന്ന് നമുക്ക് നന്നേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ രണ്ടായാലും ഈ അടുത്ത തവണ LDF ജയിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അവരിനി എന്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ശൈലജ ടീച്ചർ ഒരു ഭീഷണി പിണറായി വിജയന് ഉയർത്തുന്നില്ല. അതേപോലെ CPMലെ മറ്റ് നേതാക്കന്മാർക്ക് ഉയർത്തുന്നില്ല. കാരണം പിണറായി വിജയൻ ഉള്ളതിൻ്റെ പേരിൽ. ഇവിടെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ പേരാവൂരേക്ക് മാറ്റിയിരിക്കുന്നത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. മട്ടന്നൂരിൽ നിന്ന് ഈസിയായിട്ട് കാരണം മട്ടന്നൂരിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെങ്കിലും ഒരാൾ കൊണ്ട് നിർത്തിയാൽ മതി. വേറെ ആരെ നിർത്തണം എന്നുള്ളതിൻ്റെ നമ്മൾ പ്രാദേശിക ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല. ആരെ നിർത്തിക്കഴിഞ്ഞാലും മട്ടന്നൂർ ജയിക്കും. ശൈലജ ടീച്ചർ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിക്കും. അതാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇവിടെ പേരാവൂരേക്ക് വരുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ട സംഗതി, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ധാരണയും BJPയും CPMും തമ്മിലുണ്ട്. അതില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാവുന്ന മാത്രമേ ഉള്ളൂ. വളരെ വ്യക്തമായ ധാരണ ഈ BJPയും CPMും തമ്മിലുണ്ട്. പേരാവൂർ എന്ന മണ്ഡലം സണ്ണി ജോസഫാണ് ജയിക്കുന്നതെങ്കിലും അവിടുത്തെ ഭൂരിപക്ഷ സമുദായം ആരാന്നറിയാമോ? 60% ഹിന്ദുക്കളുള്ള സ്ഥലമാണ് പേരാവൂർ. 30% മുസ്ലിം സമുദായക്കാരുള്ള സ്ഥലമാണ് പേരാവൂർ. 10% മാത്രം ക്രിസ്ത്യാനികൾ. ഇതാണ് പേരാവൂരിൻ്റെ ഒരു ഘടന. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വെറും 3000 ശിഷ്ട വോട്ടിൻ്റെ വ്യത്യാസമാണ് CPMലെ സക്കീർ ഹുസൈനും സണ്ണി ജോസഫും തമ്മിലുണ്ടായിരുന്നത്. അന്ന് 6% 6 ഇത്രയാണ് BJPക്ക് ഉണ്ടായിരുന്നത്. BJPയുടെ വോട്ടിൻ്റെ ശതമാനം എന്തായാലും ഈ 6-ൽ നിന്ന് ചുരുങ്ങിയത് ഒരു 10 ആയിട്ടുണ്ടാവും, അല്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളിപ്പം സംസ്ഥാനത്തെ പൊതു ശരാശരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു 15 വരെ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ അവിടെ എന്തായാലും ഒരു 10% മേലാകാനേ സാധ്യതയുള്ളൂ. അതിനുപരിയായിട്ട് ഇപ്രാവശ്യത്തെ CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ വയ്ക്കുന്ന ഒരൊറ്റ സിംഗിൾ പോയിൻ്റ് അജണ്ട എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കും. അതാണ് LDFൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധവും പ്രചരണത്തിലെ കേന്ദ്ര ബിന്ദു അത് തന്നെയാണ്. സാധാരണ LDF ഈ പെൺവിഷയമാണ് കുറച്ച് തെരഞ്ഞെടുപ്പുകളായി എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പെൺവിഷയത്തിന് കേരളത്തിൽ മാർക്കറ്റില്ല. അപ്പോൾ അത് കാരണം ഈ ഒരു വിഷയത്തിൽ ഊന്നിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഏറ്റവും വലിയ ജനസംഖ്യ എന്ന് പറയുന്നത് മുസ്ലിം സമുദായക്കാരാണ്. അപ്പോൾ ഈ ഒരു സ്പർദ്ധ ഉണ്ടാക്കുകയും ഹിന്ദുക്കളുടെ മുസ്ലിങ്ങൾ കേരളത്തെ വിഴുങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ അധികാരം കൈ പിടിച്ചടക്കാൻ പോകുന്നു, മത അധിഷ്ഠിത രാഷ്ട്രം കൊണ്ടുവരാൻ പോകുന്നു, നോയമ്പ് കാലത്തെ മലപ്പുറം ജില്ല പോലെ നോയമ്പ് കാലത്ത് കേരളം മുഴുവനാകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു അവസ്ഥ നന്നായിട്ട് ഇപ്പം തന്നെ പ്രചാരത്തിലായിട്ടുണ്ട് സാധനം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് പോലും ഒരു ഞാൻ പറഞ്ഞ പോലെ രേഖാമൂലം എഴുതി ഒപ്പിട്ടതല്ല, ഈ CPM അതേപോലെ, കാരണം BJPക്ക് ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ താല്പര്യമില്ല, അല്ലേ? കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല CPM അധികാരത്തിൽ വരുന്നതാണ് അവർക്ക് വളരെ സൗഹാർദ്ദപരമായിട്ട് ഇരുകൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള ആ ഒരു അവസരമൊക്കെ ഒരുക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 5000, 6000, 10000 വോട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറിക്കാൻ പറ്റും. അതേ സമയത്ത് 6% കഴിഞ്ഞ പ്രാവശ്യത്തെ വേണമെങ്കിൽ വോട്ടിൻ്റെ
6, 7, 8% നിലനിർത്തിക്കൊണ്ട് ബാക്കി കുറച്ച് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ശൈലജ ടീച്ചർ 60% ഹിന്ദുക്കളുള്ള പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരും. അതിനുവേണ്ടി പേരാവൂർ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാനും അതോടൊപ്പം തന്നെ ഈ BJPയും ഇവിടുത്തെ CPM നേതൃത്വവും തമ്മിലുണ്ടായിട്ടുള്ള അനൗദ്യോഗികവും അതേസമയത്ത് ഔദ്യോഗികത്തെക്കാൾ ശക്തമായിട്ടുള്ള ധാരണയുടെയും ഫലമായിട്ട് തന്നെയാണ് പേരാവൂരിൽ ശൈലജ ടീച്ചർ വരാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയം വേണ്ട. അവിടെ ഇനി നമുക്ക് നോക്കേണ്ടത് സണ്ണി ജോസഫ് അവിടെ നിന്ന് മത്സരത്തിൽ നിന്ന് ഞാൻ KPCC പ്രസിഡൻ്റ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ ഇക്കുറി മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ് എന്ന ഒരു നിലപാടെടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. കാര്യം അതെടുക്കുന്നതായിരിക്കും സണ്ണി ജോസഫിന് അദ്ദേഹത്തിൻ്റെ ഈ എന്തൊക്കെ തന്നെയാണെങ്കിലും സണ്ണി ജോസഫ് വളരെ മാന്യനായ ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ നിലവിലുള്ള മാന്യത സംരക്ഷിച്ചുകൊണ്ട് KPCC പ്രസിഡൻ്റായിട്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രചാരണമൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്നതിന് നല്ലത് അത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. രണ്ടായാലും ഉറപ്പിച്ചോളൂ, വളരെ 100% ഉറപ്പിക്കാവുന്ന ഒരു സീറ്റ് തന്നെയാണ് ശൈലജ ടീച്ചർക്ക് പേരാവൂർ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പുറമേ കണ്ട അല്ലെങ്കിൽ മട്ടന്നൂർ കൊടുക്കാതെ അവസാനം ശൈലജ ടീച്ചർ കുണ്ഠിതയാവുകയും തിരിച്ച് വീണ്ടും പേരാവൂർ മത്സരിക്കാമെന്ന് പറഞ്ഞ് അവിടെ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒക്കെ നമ്മൾ കാണുന്ന നാടകങ്ങളാണ്. ഇതിൻ്റെ പിന്നിലെ നാടകങ്ങൾ ഈ മുൻകൂട്ടി അവർ നിശ്ചയിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ട് വരിക എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മറ്റേതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യം ഒരുക്കി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതല്ലാതെ മട്ടന്നൂർ ഇത്രയും ശക്തമായ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ശൈലജ ടീച്ചറെ ഒരു നാടകവും ഇല്ലാതെ പേരാവൂരേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഒരു ചോദ്യം ഉയരും അല്ലേ? കാരണം നമ്മുടെ CPMൻ്റെ ഏറ്റവും വലിയ മുഖം പുരോഗമനമാണല്ലോ. അപ്പോൾ ഒരു ഹൈന്ദവ ഒരു ഭൂരിപക്ഷ സമുദായത്തിന് അനുകൂലമായൊരു നിലപാടൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൻ്റെ പുരോഗമനം പോവുകയും ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ സംരക്ഷകരായി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഉദാഹരണത്തിന് EK വിഭാഗത്തിൻ്റെയും കാന്തപുരം വിഭാഗത്തിൻ്റെയൊക്കെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ടും വാങ്ങിക്കൊണ്ടുമൊക്കെയാണ് CPM ഇടതുപക്ഷം മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമുക്ക് ഈ പുറമേ ഈ പറഞ്ഞതുപോലെ നമ്മൾ മട്ടന്നൂരിൽ നിന്ന് ഇപ്രാവശ്യം അതൊക്കെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മാധ്യമങ്ങളുടെ ചെറിയ വാർത്ത കൊടുക്കുന്നു, എന്താണ് ശൈലജ ടീച്ചർക്ക് മട്ടന്നൂരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിപ്പോർട്ടുകൾ പിന്നെ വരും. അതിനകത്ത് അടിസ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ശൈലജ ടീച്ചർ വളരെയധികം പ്രക്ഷുബ്ധയാണ്, ക്ഷുഭിതയാണ്. തഴഞ്ഞതിൻ്റെ പേരിൽ മട്ടന്നൂരില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് ശൈലജ ടീച്ചർ എടുക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് 2 ദിവസം ചർച്ച ചെയ്യുന്നു. ശൈലജ ടീച്ചർ ലൈംലൈറ്റിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടൊരു ദിവസം നമ്മൾ കേൾക്കുന്നു ശൈലജ ടീച്ചറും പേരാവൂരാണെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ശൈലജ ടീച്ചർക്ക് ഈ പറഞ്ഞതുപോലെ ശൈലജ ടീച്ചറെ എവിടെ നിർത്തിയാലും ജയിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നു അല്ലേ? അപ്പം വേറൊരു പശ്ചാത്തലത്തിലൂടെ ഒരു പരിവേഷത്തിലൂടെ വളരെ മനോഹരമായിട്ട് തങ്ങളുടെ പുരോഗമന ശരീരത്തിന് ഒട്ടും തന്നെ കേടുപറ്റാതെ ശൈലജ ടീച്ചറെ വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞതുപോലെ ഹിന്ദു ഭൂരിപക്ഷം 60% ഹിന്ദുക്കളുള്ള പേരാവൂർ മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി ജയിപ്പിച്ച് എടുക്കാൻ പറ്റും. അതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. CPM ഒരു ഭീഷണി ഇല്ല എന്ന് സാർ പറഞ്ഞല്ലോ, KK ശൈലജ ഒരു ഭീഷണി അല്ല എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയുടെ പേര് ഉയർന്നു വന്നപ്പോൾ CPM വല്ലാതെ വിരളി കൊണ്ടത്? അല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ശൈലജ ടീച്ചർ എന്ത് തന്നെയാണെങ്കിലും 1ാം പിണറായി സർക്കാരിലെ നല്ല മന്ത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു. അതിനകത്ത് സംശയമൊന്നുള്ള കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അവരെ അറിയാൻ വയ്യാത്ത വിഷയങ്ങൾ പഠിക്കും. അത് അവർ കൃത്യമായിട്ടൊരു വിദ്യാർത്ഥിയെ പോലെ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് മറുപടി പറയും. അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ പഠിച്ചിട്ട് പറയാവുന്നതേ. പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന എനിക്ക് തോന്നുന്ന ഒരു അധ്യാപികൻ്റെ ഗുണമാണെന്ന് തോന്നുന്നു. CPMകാർക്ക് അതില്ല സ്വഭാവം. മനസ്സിലായില്ലേ? ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം BJPയിലുള്ളവരാണെങ്കിലും RSSലുള്ളവരാണെങ്കിലും കോൺഗ്രസ്സിലുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണെങ്കിലും അവരോട് സംസാരിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിലും ഒരു ബഹുമാന്യതയും പരസ്പര ബഹുമാനവും ഒക്കെ പുലർത്തുന്ന ഒരു അധ്യാപികയുടെ ആ ഒരു ഗുണം ടീച്ചറിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ഈഗോ, ഒരു മന്ത്രി എന്ന നിലയിൽ വളരെയധികം ഈഗോ, ഈ CPM ഈഗോ എന്ന് പറഞ്ഞൊരു ഈഗോ ഉണ്ട്. ആ ഈഗോ ഒട്ടും പുറത്തെടുക്കാതെ തൻ്റെ വകുപ്പിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാവും, പല താല്പര്യങ്ങൾ വരുമ്പോഴത്തേക്ക്. അതിനകത്തൊക്കെ നിന്നുകൊണ്ട് ആ വകുപ്പിനെ ശരിക്കും പഠിച്ചിട്ട് അവർക്ക് പരമാവധി ഈ പറഞ്ഞ ഒരു കൂടിയാലോചനയും
അതേപോലെ ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥരെയൊക്കെ പിന്നെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയതിൻ്റെ ഒരു പ്രയോജനം, അതിൻ്റെ പ്രതിഫലനം നമ്മളുടെ ആശുപത്രിയിലും പബ്ലിക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ അത് നിഴലിച്ച് കാണാമായിരുന്നു. മാത്രമല്ല അന്ന് നമ്മൾ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരോട് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർമാർക്കൊക്കെ ഈ ടീച്ചറെ കുറിച്ചുള്ള ഒരു നല്ല അഭിപ്രായം, അതൊക്കെ സ്വാഭാവികമായിട്ടും ആ വകുപ്പിനകത്ത് നിന്നിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും. കാര്യം എല്ലാവർക്കും നേരിട്ട് പരിചയം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊരു നല്ല മന്ത്രിയായിരുന്നപ്പോഴത്തേക്കാണ് പിന്നെ എല്ലാത്തിനും നല്ല ഉത്തരങ്ങൾ കൊടുക്കും, അവ്യക്തമായിട്ട് അവർ മറുപടി പറയത്തില്ല. ഈ കോവിഡ് കാലത്ത് പിണറായി വിജയന് വൈകുന്നേരം പത്രസമ്മേളനം നടത്തുക എന്ന മാതൃക ഉണ്ടാക്കി കൊടുത്തത് പോലും ടീച്ചറാണ്. അതെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ടീച്ചർ ഒന്ന് ലേശം മുകളിലേക്ക് കയറി പോകുന്നൊരു സംശയം. അത് പാടില്ല. കാരണം സംഗതി സ്ത്രീ പിന്നെ പക്ഷ പാർട്ടി പിന്നെ എന്താ പറയുക, മറ്റേ വളരെയധികം ഉപന്യാസങ്ങളൊക്കെ പറയുമെങ്കിലും സ്ത്രീകളെ യാതൊരു വിധമായിട്ടുള്ള പരിഗണിക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. കാരണം ഈ സ്ത്രീകളെ അവർ പിന്നെ ഈ പാർട്ടിയുടെ അണികളിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സഖാവ് എന്ന് പറയുന്നത്. അപ്പം സഖാവ് ശൈലജ ടീച്ചർ എന്നാണ് പറയുന്നത്. ശരിക്കും സഖാവ് എന്ന് പറയുന്നത് പുംലിംഗമാണ്, സഖിയാണ് സ്ത്രീലിംഗം. അപ്പോൾ ഒരിക്കലും CPM-ൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ സഖി എന്നൊരു പദത്തെ പോലും ഒരു ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീപക്ഷം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് സാഹിത്യകാരികളുടെ പേരൊക്കെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ സ്ത്രീപക്ഷമോ അതല്ലെങ്കിൽ സ്ത്രീകളോടുള്ള പരിഗണനയൊന്നും CPM-നകത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. അവർക്ക് തന്നെ സാധ്യമല്ല. അവരുടെ കേരളത്തിലെ സ്ത്രീകളായിട്ടുള്ള സഖാക്കളൊക്കെ ഒരുപാട് ജീവിതം ത്യാഗം ചെയ്യേണ്ടി വരികയും ഒരുപാട് ദുരിതം അനുഭവിക്കുകയും ചെയ്തവരാണ്. ഉദാഹരണത്തിന് KR ഗൗരിയമ്മ, സുശീല ഗോപാലിനെക്കാട്ടി ഒരു KR ഗൗരിയമ്മ അവരുടെ ജീവിതത്തിൽ KR ഗൗരിയമ്മേക്കാൾ വലിയൊരു കമ്മ്യൂണിസ്റ്റ് കേരളത്തിലുണ്ടായിട്ടില്ലല്ലോ. അവർ പോളിറ്റ് ബ്യൂറോ കണ്ടിട്ടില്ല അല്ലേ? വൃന്ദാക്കാരാട്ട് അതേ സമയത്ത് അല്ലേ? അപ്പം ഗൗരിയമ്മ പോളിറ്റ് ബ്യൂറോ കണ്ടിട്ടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് മരിച്ച ഒരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് ഗൗരിയമ്മയെ പോലും പലരും കരുതിയിരുന്നത് ഗൗരിയമ്മ ആദ്യാവസാന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ പെരുമാറ്റത്തിലും സംഭാഷണത്തിലും ഒക്കെ ഭയങ്കരമായ ഒരു സ്ത്രൈണതയും മാതൃഭാവവും ഒക്കെ പുലർത്തിയിരുന്ന സ്ത്രീയാണ്. പക്ഷേ അവർക്ക് വളരെ വ്യക്തമായ നിലപാടുകളുണ്ട്. അതുകൊണ്ട് CPM-ലെ ഒരു പുരുഷ സ്വഭാവക്കാരി എന്നുള്ള ആൺ സ്വഭാവക്കാരി എന്നുള്ള രീതിയിലാണ് പല സഖാക്കന്മാരും ഗൗരിയമ്മയെ ചിത്രീകരിച്ചിരുന്നത്. ഒരിക്കലും അവരങ്ങനെ ആയിരുന്നില്ല. ഒരു വളരെ നല്ല 100% സ്ത്രീ എന്ന നിലയിലുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശൈലജ ടീച്ചർക്ക് സ്ത്രീ ആയതുകൊണ്ട് ഒരു MLA ഒക്കെ ആകാം, ഏറി വന്നാലും മന്ത്രിയാകാം. അതിനപ്പുറം വെച്ചുള്ള മോഹങ്ങളൊന്നും വെച്ച് CPM-ൽ സ്ത്രീകൾ വെച്ച് പുലർത്താനും പാടില്ല. അത് സാധ്യവുമല്ല. അത് ശരിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് ആണ് ലഭിക്കേണ്ടത്. നിങ്ങൾ അതുകൊണ്ട് ദയവായി ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് പ്രവേശിച്ച് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ യഥാസമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഞങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ആ അഭിപ്രായങ്ങൾ നിങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം.